ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഫേസിൽ ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞിട്ടൊന്ന് കിടന്നു നോക്കിക്കേ. ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകൾ, അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പാടുകൾ ഉണ്ടെങ്കിൽ പോകാനും മുഖത്തിൻ്റെ കരിവാളിപ്പ് മാറാനും എല്ലാത്തിനും ബെസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? തൈരാണ് എടുത്തിരിക്കുന്നത്. തൈരാകുമ്പോൾ എന്താണെന്നറിയോ, ഓയിൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ബെസ്റ്റാണ്. നമ്മൾ പാലെടുക്കുമ്പോൾ ഓയിൽ സ്കിന്നിന് പറ്റത്തില്ല, പക്ഷേ തൈരാകുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. നമുക്ക് ഓയിൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനൊക്കെ ബെസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കടലമാവാണ് ചേർക്കുന്നത്. അപ്പോൾ അതെ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടലമാവ് നന്നായിട്ട് മുഖം തിളങ്ങാനും അതുപോലെ തന്നെ മുഖം വെളുക്കാനും ഒക്കെ കടലമാവ് ബെസ്റ്റാണ്. അറിയാലോ, എല്ലാവർക്കും അറിയാലോ കടലമാവ്. അപ്പം അതുപോലെ തന്നെ മുഖത്ത് ഓയിലിൻ്റെ ഇതുണ്ടെങ്കിൽ പോകാനും മുഖക്കുരു വരാതിരിക്കാനും മുഖം വെളുക്കാനും ഒക്കെ കടലമാവ് ശരിക്കും ബെസ്റ്റാട്ടോ. നല്ലൊരു ഇതാണ്. നമ്മൾ അരിപ്പൊടിനെക്കാട്ടും ഏറ്റവും എഫക്റ്റ് ശരിക്കും കടലമാവ് തന്നെയാണ് കേട്ടോ. അടുത്തത് കസ്തൂരി മഞ്ഞളാട്ടോ. അപ്പോൾ അത് നിങ്ങളൊരു പാക്കറ്റ് വാങ്ങിച്ചു വയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ മുഖം നന്നായി കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് കത്തി ജോലിക്കും കേട്ടോ. അത് ശരിക്കുള്ള കാര്യമാണത്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കസ്തൂരി മഞ്ഞൾ അറിയാലോ, മുഖം നന്നായിട്ട് സാധാരണ മഞ്ഞളല്ല ഇട്ട് കൊടുക്കേണ്ട, കസ്തൂരി മഞ്ഞൾ തന്നെ ഇട്ട് കൊടുക്കുക. എന്നാലേ ആ റിസൾട്ടൊക്കെ കിട്ടുള്ളൂ. മുഖം നല്ല സ്വർണ്ണം പോലെ വെട്ടിത്തിളങ്ങാൻ നമുക്ക് ബെസ്റ്റാണ് കസ്തൂരി മഞ്ഞൾ. സാധാരണ മഞ്ഞൾ തേച്ചിട്ട് വെച്ചാൽ സാധാരണ മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മഞ്ഞളുണ്ട്, ചെടിയുണ്ട്, അതൊക്കെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് മുഖത്ത് തേക്കരുത്. ഉള്ള കെമിക്കൽസ് എല്ലാം ചേർത്ത് മുഖത്തിൻ്റെ അവസ്ഥ തന്നെ മാറിക്കിട്ടുവേ. ഈ കസ്തൂരി മഞ്ഞൾ നമ്മൾ തേക്കുന്നതിൻ്റെ ഗുണം എന്താണ്? മുഖക്കുരു ഉണ്ടെങ്കിൽ പോകും, മുഖത്തെ രോമങ്ങൾ കൊഴിഞ്ഞു പോകും, മുഖം നന്നായി തിളങ്ങും. മുഖത്ത് മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ അത് ഗ്രാജുവലി നമുക്ക് കുറഞ്ഞ് പോകും. അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളൂ കേട്ടോ. കാരണം തൈര് ഉള്ളത് കൊണ്ട് തന്നെ അത് കേടൊന്നും ആവില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയ്ക്ക് ഉള്ളത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എല്ലാ ദിവസവും വേണമെങ്കിൽ എല്ലാ ദിവസവും തേക്കാം. ബോഡി മൊത്തം വേണമെങ്കിൽ നമുക്ക് അതും തേക്കാം. കഴുത്തിൽ വേണമെങ്കിൽ കഴുത്തിൽ തേക്കാം, മുഖത്ത് വേണമെങ്കിൽ മുഖത്ത് തേക്കാം, ശരീരം മൊത്തം തേക്കാം, കൈകാലിലൊക്കെ നമുക്ക് തേക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിപ്പോൾ കയ്യിലാണ് തേക്കുന്നത്. മുഖത്ത് വേണ്ടവർക്ക് മുഖത്ത് തേക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ശരിക്കും നല്ല വ്യത്യാസം കാണും. ഇത് പിടിപ്പിച്ച ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതെ ഞാൻ കഴുകി കളഞ്ഞ് നോക്കിക്കേ. ഇവിടെ ശരിക്കും കറുപ്പും കരിവാളിപ്പും, ഈ കൈക്ക് നല്ല വെളുപ്പം. ഇത് കണ്ടതേ, ഇത് ശരിക്കും ഒരു കരിവാളിപ്പാണ്. വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റും. ഇവിടെ എല്ലാം കറുപ്പാണ്. ഇത് ഞാൻ ഇവിടെ തേച്ച ഭാഗം നോക്കിക്കേ, വ്യത്യാസം കണ്ടോ? ഈ ഒരു കളറാണ് നമ്മുടെ ഫേസിൽ വരിക. അത് ഇതിപ്പോൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ മുഖത്തിട്ടിട്ട് ഒരുപാട് ഉരയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു മസാജ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് വെള്ളത്തിൽ കഴുകിക്കളയാം. ചെയ്ത് നോക്കും, നല്ല റിസൾട്ടുള്ള കാര്യമാണ്. കസ്തൂരി മഞ്ഞളും നല്ല ബ്രാൻഡുകളൊക്കെ നോക്കി വാങ്ങിക്കുക കേട്ടോ. അത് വാങ്ങിച്ച് നമ്മൾ എടുത്ത് വെക്കുക. ഓക്കെ, സാധാരണ നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്ന മഞ്ഞൾപ്പൊടി, നോർമൽ മഞ്ഞൾപ്പൊടി ഇടരുത്. ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ മഞ്ഞൾ, നമ്മുടെയൊക്കെ മഞ്ഞൾ തൈകളുണ്ട്, ചെടികളുണ്ട്, അതിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാം.